1975 ഞാൻ കവിത എഴുതി തുടങ്ങുന്നത്. ഇപ്പോൾ 2024 നീണ്ട അരനൂറ്റാണ്ട് കാലമായി ഞാൻ നിരന്തരമായി കവിതകൾ എഴുതുകയാണ്. അതിൻ്റെ ഒരു സന്തോഷ സൂചകമായി എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടുന്ന അവരെല്ലാം കൂടി ചേർന്നിട്ട് ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് എൻ്റെ പുതിയ 12 കവിതാ സമാഹാരങ്ങളുടെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. മലയാളത്തിൽ ഇതൊരു പുതിയ സംഭവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 12 പുതിയ കവിതാ സമാഹാരങ്ങൾ ഒരു കവിയുടേത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒരു 12 പുസ്തകം ഒന്നിച്ച് പ്രസിദ്ധീകരിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല. അതൊരു നിയോഗം പോലെ സംഭവിച്ചതാണ്. പല കാലങ്ങളായി പ്രസിദ്ധീകരിക്കണമെന്ന് വിചാരിച്ചിരുന്ന പുസ്തകങ്ങൾ എല്ലാം കൂടി ഇപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് പ്രസിദ്ധീകരിക്കുന്നു. അതാണ് എൻ്റെ ഒരു പ്രസക്തി. കവിയായ അടുതല ജയപ്രകാശിൻ്റെ 50ാമത് കാവ്യവർഷവും അദ്ദേഹത്തിൻ്റെ 12 കവിതാ സമാഹാരങ്ങളുടെ പ്രകാശനവും കഴിഞ്ഞ ദിവസം പാരിപ്പള്ളി ഗണേഷ് മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെയും മലയാള ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പുസ്തക പ്രകാശന സമ്മേളനം ബഹുമാനിയായ മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങ് തുടരുന്നത്. എന്നെ ഇതിൻ്റെ ഭാരവാഹികളോട് വന്ന് വിളിച്ചത് ഞങ്ങളുടെ മണ്ഡലത്തിലെ പ്രിയപ്പെട്ട ഒരു സലാമാണ് വിളിച്ചു പറഞ്ഞത് ഈ പരിപാടിയിലൊന്ന് പങ്കെടുക്കണമെന്ന് നിർബന്ധപൂർവ്വം അദ്ദേഹമായിരുന്നു. ജയലാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഇന്ന സമയം ഉണ്ടായതുകൊണ്ട് ഇത് കൂടിയെത്തുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. സാധാരണ ഏൽക്കുന്ന പരിപാടിയിൽ കൃത്യതയോടുകൂടി പോകണം എന്ന് എന്താണ് എൻ്റെ ഒരാഗ്രഹമാണ്. അങ്ങനെ പോകണമെന്നുള്ളത്, പോകേണ്ടതാണ് ഒരു മര്യാദ. അതുകൊണ്ടാണ് കൃത്യതയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. നമുക്കറിയാൻ കഴിഞ്ഞ 50 വർഷക്കാലമായി മലയാള കവിതാ രംഗത്ത് നിറസാന്നിധ്യമായി മാറിയ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ അടുതല പ്രകാശ് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിൽ കടന്നുപോയത് നാമൊക്കെ ചിന്തിക്കുന്നത് 2019 മുതലുണ്ടായ കോവിഡ് കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഒട്ടേറെ നമ്മുടെ കവിതകൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഒട്ടേറെ നമ്മുടെ കഥകൾ ആ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾ പോലും എഴുതുവാൻ ആ കാലഘട്ടം ഒരുപാട് ഉപയോഗിച്ചു എന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. ഞാനത് എടുത്തു പറയുവാൻ കാരണം ആ കോവിഡിൻ്റെ ഒരു കാലം കൊണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രന്ഥശാലകളുടെ മുറ്റത്തെല്ലാം പുതിയ കവിതകൾ, ആ പുതിയ കവിതകളുടെ പുസ്തകങ്ങൾ അതെല്ലാം പുസ്തകപ്പെടുത്തിക്കൊണ്ട് ഒട്ടനേകം നമുക്ക് അത് എഴുതുന്ന ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. ഞാനന്നേരം ആലോചിച്ച് ഇത്രയും അവർ വെറുപ്പ് മുട്ടി അടക്കി അവർ വെച്ചിരുന്നു. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് സമയം അവർക്ക് ആ കാലഘട്ടത്തിൽ കിട്ടിയത് കൊണ്ടായിരിക്കും ഒട്ടേറെ ആൾക്കാർ അങ്ങോട്ട്. പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പല ഗ്രന്ഥശാലകളിൽ ചെന്നപ്പോൾ പുതിയ പുതിയ കവിതകൾ എഴുതുന്ന വ്യക്തികളെ ഞങ്ങൾക്ക് ഒരുപാട് കാണുവാനുണ്ട്. കഥാസമാഹാരത്തിലേക്ക് കിടക്കുന്ന ധാരാളം വ്യക്തികളെ നമുക്ക് കാണുവാനുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നമുക്കറിയാം ഒരുപാട് പേർ വായിക്കില്ലായിരുന്നു. പഴയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാവരും ഗ്രന്ഥശാലകളിൽ പോയി പഴയ മുതിർന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ പോയി പത്രപാരായണം നമ്മുടെ പഴയ പുസ്തകങ്ങളുമൊക്കെ വായിക്കുന്ന ഒരു കാലഘട്ടത്തിലുണ്ട്. അതിനുശേഷം ഒരു കാലഘട്ടത്തിൽ വായനയെല്ലാം മരിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിലേക്കാണ് നമ്മൾ കുറേ കാലഘട്ടത്തിൽ പോകുന്നത്. എന്നാൽ വീണ്ടും വായനശാലകൾ ഉണർന്നു പ്രവർത്തിച്ചു നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനം ശക്തമായ നിലയിൽ ഉയർന്നു വന്നപ്പോൾ നമുക്കറിയാം വീണ്ടും ഗ്രന്ഥശാലകൾ വളരെ ഉണർവോടുകൂടി പ്രവർത്തിക്കുക. നമുക്കറിയാം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളെ നമുക്ക് വായനയിലൂടെ കൊണ്ടുവരുവാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിന്നപ്പോൾ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 വർഷത്തിന് തൊട്ട് മുമ്പ് അതിന് തുടക്കമിട്ട നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്. കാരണം വീടുകളിൽ പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുക, ആ പുസ്തകങ്ങൾ വീട്ടിനകത്തിരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളെ കൊണ്ട് അല്ലെങ്കിൽ വനിതകളെ കൊണ്ട് അത് വായിപ്പിക്കുക. ആ വായനയിലൂടെ ആ പുസ്തകം എഴുതിയതാരാണ്, അതിൻ്റെ കഥാസമാഹാരം, അതിൻ്റെ ചുരുക്കം, അതിൻ്റെ കഥാപാത്രങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ശക്തമായ നിലയിൽ അവർ ചില നമ്മുടെ കുട്ടികൾക്ക് ടെസ്റ്റുകൾ നടത്തുമല്ലോ, അതേപോലെ വീട്ടമ്മമാർക്കും അതുപോലുള്ള ചോദ്യപേപ്പർ കൊടുത്ത് പരീക്ഷകൾ നടത്തിയ നമ്മുടെ ഈ കൊച്ചു കേരളത്തെ നമുക്ക് കാണുന്നുണ്ട്.
നമ്മൾ ഓരോ താലൂക്കുകളിൽ ഞങ്ങൾക്ക് ചെന്നപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ധാരാളം വിവരങ്ങളാണ് അതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ലൈബ്രറി കൗൺസിലും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൽ വീട്ടിൽ മാത്രം ഒതുങ്ങി നിന്ന് നമ്മുടെ വീടുകളിലെ TV മുഖേന മാത്രം കാണുന്ന എന്താണ് ഇപ്പോഴത്തെ പല കാര്യങ്ങളും ഇന്ന് അതെല്ലാം മാറി വായനയിലൂടെ അവർക്ക് ഉയർന്നു വരുവാൻ നമ്മുടെ സ്ത്രീകൾക്ക് കഴിയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ തരത്തിലേക്ക് സ്ത്രീകളെയും ഈ സാംസ്കാരിക രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യമാണ്. പലപ്പോഴും നമുക്കറിയാം സ്ത്രീകൾ ഒരുപാട് പിന്നോക്കം പോകുന്ന ഒരവസ്ഥ പലപ്പോഴും കാണും. നമ്മുടെ കവിതകളൊക്കെ ആരംഭിക്കുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ഒരുപാട് വനിതകളായിട്ടുള്ള കവികളെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നു. അവർ ഈ പരിപാടികളിലുമൊക്കെ പങ്കെടുക്കുന്നു. ദൂരമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്ന് ഒരു പരിപാടിയിൽ അവർക്ക് പങ്കെടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അഭിമാനപൂർവ്വം ഇത്തരത്തിലുള്ള സാംസ്കാരിക ചടങ്ങുകളിൽ പങ്കെടുക്കുക, അതിനകത്ത് സംസാരിക്കുക, അതിനകത്ത് കവിതകൾ ആരാധിക്കുവാൻ ഇതിനകത്തൊക്കെ മുന്നോട്ട് വരുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ശ്രീ അടുതലയുടെ 12 പുതിയ സമാഹാരങ്ങൾ, കവിതാ സമാഹാരങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ പുതിയ കവിതകളാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഈ 50 വർഷക്കാലം ഒരു കാവ്യവർഷം പോലെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കവിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാള ഐക്യവേദിയുടെ പ്രസിഡന്റ് ശ്രീമതി എസ് സുനിത അധ്യക്ഷയായ ചടങ്ങിൽ ഗണേഷ് മെമ്മോറിയൽ ഗ്രന്ഥശാല സെക്രട്ടറി ശ്രീമാൻ ജി സദാനന്ദൻ സ്വാഗതം പറഞ്ഞു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനം, നമ്മുടെ കവി ശ്രീ അടുതല ജയപ്രകാശിൻ്റെ പുസ്തക രചനയിൽ, അതായത് എഴുത്തിൻ്റെ 50 വർഷമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. അദ്ദേഹം മലയാള ഐക്യവേദിയുടെ ഒരു പ്രവർത്തകനാണ്. പ്രവർത്തകനെന്ന് പറഞ്ഞാൽ പോരാ, മലയാള ഐക്യവേദി എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമോ ജാതി മത വർണ്ണ ഭേദമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഭാഷാ സ്നേഹികളുടെ ഒരു സംഘടനയാണ്. ഈ സംഘടനയിൽ പ്രവർത്തനത്തിനോടൊപ്പമോ ഒരുപക്ഷെ ഒരുപടി മുന്നിലോ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ് അടുതല ജയപ്രകാശ്. അദ്ദേഹത്തിന്റെ ഭാഷാ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. എല്ലാം ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു സുവർണ ജൂബിലി വർഷത്തിൽ 12 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു 12 പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്യുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കാമെന്നാണ്. ഞാനും കണ്ടിട്ടില്ല. എൻ്റെ ഒരു കാലയളവിൽ ഞാൻ ഒരുപാട് സദസ്സുകൾ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ബഹുമാന്യമായ ഒരു പദവിയാണ് 12 പുസ്തകങ്ങൾ ഒരേ സമയം, അതും സുവർണ ജൂബിലി വർഷത്തിൽ പ്രകാശനം ചെയ്യുക എന്ന് പറയുന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്, അഭിമാനകരമായ കാര്യമാണ്. മലയാള ഐക്യവേദിക്കും അതിൻ്റെ അഭിമാനമുണ്ട്. നമ്മുടെ പ്രവർത്തകനായ, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അദ്ദേഹം ഒരേ സമയം 12 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നു എന്നത് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. കൂടിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാനുള്ളതാണ് എൻ്റെ കർത്തവ്യം. നിങ്ങൾക്കറിയാം, അടുതല ഗ്രാമത്തിലാണ് ജനിച്ചത്. അതിന് ചുറ്റുകൊണ്ടുള്ള പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിൽ വിദ്യാഭ്യാസം നടത്തി കൊല്ലം കോളേജ് തുടങ്ങിയ പ്രമുഖ കോളേജുകൾ പഠിച്ചു. ബിരുദാനന്തര ബിരുദം നേടി. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. തുടർന്ന് സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് റിട്ടയർ ചെയ്തു. പക്ഷേ 1975 തന്നെ അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ ആ സർഗഭാവന അതിലേക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് കവിത എഴുതി തുടങ്ങി. അങ്ങനെ ഇന്ന് നമ്മുടെ ഈ നാട്ടിലും നമ്മുടെ സംസ്ഥാനത്തും അറിയപ്പെടുന്ന ഒരു പ്രമുഖ വ്യക്തിയായി മാറി. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കവിത ആസ്വദിക്കുന്നു, അതിനെ നമ്മൾ പുകഴ്ത്തുന്നു, അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെല്ലാം ഇടയാക്കി ഇന്ന് ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു കലാ സാംസ്കാരിക പ്രമുഖനായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞത് തൻ്റെ ഈ കാവ്യജീവിതത്തിൻ്റെ അതിന് ഒരു ജീവിതം അത്രമാത്രം അർപ്പിച്ചത് വഴി ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഏവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ചില കവിതകളുടെ പേര് മാത്രം ഞാൻ പറയേണ്ടതിൻ്റെ ബാധ്യതയായതുകൊണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സാധാരണ പ്രസംഗം അവസാനിപ്പിക്കാം. 1975 മുതൽ കവിതകൾ എഴുതുന്നു. ഘടികാരം, ശീലോലിഖിതം, ജാതക പരീക്ഷ, പ്രതിപക്ഷം, കയ്പ്,
ക്രിസ്തുവിൻ്റെ വഴി, നിതഗീതം, ഹൃദയസംഗീതിക, അടുതല കവിതകൾ, ഐച്ഛികം, ഗാന്ധിജി, സ്വപ്നപ്രതിഷ്ഠ എന്ന പേര് പറഞ്ഞ് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ രംഗത്തുള്ള ഒരു പ്രാഗൽഭ്യം നിങ്ങൾക്ക് ഏകദേശം അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വ്യക്തിയെ ഈ ഗ്രന്ഥശാലകളിലും നമ്മുടെ മലയാള ഐക്യവേദിയുടെ നേതൃത്വത്തിലും ഈ പുസ്തക പ്രകാശനങ്ങളുമായി ബന്ധപ്പെട്ട് ആദരിക്കാൻ കിട്ടിയ ഈ സന്ദർഭം ഗ്രന്ഥശാലയിൽ ഐക്യവേദിയും ഒരു മഹാ കാര്യമായി കണക്കാക്കുന്നു. ഞാൻ ഈ കുറിച്ച് പറയുന്നില്ല. നിങ്ങളുടെ ഈ കർത്തവ്യത്തിൽ ഗ്രന്ഥത്തിൽ നടക്കുകയാണ്. ചാത്തന്നൂർ MLA GS ജയലാൽ സന്നിഹിതനായിരുന്നു. ചടങ്ങിൽ അടുതല ജയപ്രകാശിനെ മലയാള ഐക്യവേദിയുടെ പ്രവർത്തകരും ഗണേഷ് ഗ്രന്ഥശാലയുടെ പ്രവർത്തകരും ചേർന്ന് ആദരിച്ചു. ആദ്യ പുസ്തക പ്രകാശനം മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി നിർവഹിച്ചു. ഡോക്ടർ തോട്ടം ഭുവനേന്ദ്രൻ നായർ ചടങ്ങിൽ സംസാരിച്ചു. അടുതല തൻ്റെ കവിതയുടെ 50-ാം വർഷം ആചരിക്കുമ്പോൾ അദ്ദേഹത്തിന് റിട്ടയർ ആയതുകൊണ്ട് ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത്യാവശ്യം ജീവിച്ചിട്ടുണ്ട്. സാധാരണ എഴുത്തുകാർക്ക് പലരും ഔദ്യോഗികമായ പദ്ധതികളോ ജീവിത സാമഗ്രികളോ ഒന്നുമില്ല, നിസ്വരാണ് ലോകത്തെ എല്ലാ എഴുത്തുകാരും. പക്ഷെ ലോകത്ത് മറ്റു രാജ്യങ്ങളിലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ എഴുത്തുകാരെ സ്പോൺസർ ചെയ്യാൻ ധാരാളം ആളുകളെ കിട്ടും. ഇവിടെ വീട്ടിൽ പുച്ഛം, നാട്ടിൽ പുച്ഛം. പിന്നെ നാഴി നെല്ല് ചിക്കാനുള്ള പ്രായി 40 വര നെല്ല് ചിക്കിയാൽ എങ്ങനെയും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എഴുത്തുകാരുള്ളത് മലയാളത്തിലാണ്. ഒരു ജില്ല തിരക്കണ്ട, ഒരു പ്രദേശം തിരക്കാൻ മതി. അപ്പൊ അത്രയും അക്ഷരവ്യാപനമുള്ള ഒരു സ്ഥലത്ത് അതാണ് കഴിഞ്ഞ എഴുത്തുകാർക്ക് ഭയങ്കര അസഹിഷ്ണുത. ഇന്ന് ഈ നോട്ടീസ് വെച്ചതിൽ ക്രമം തെറ്റിപ്പോയി അതിനകത്ത് എഴുത്തുകാരുണ്ട് പേര് വെച്ചത്. പുള്ളി തന്നെ എഴുത്തുകാരൻ തന്നെ അയാളുടെ സീനിയോറിറ്റി പറഞ്ഞു. അത് കാലത്തെ കവി പലപ്പോഴും വിളിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് സംഭവം അറിയാം. പുള്ളി 3ാമത് വരേണ്ടതായിരുന്നു, 5ാമതായിപ്പോയി. ഇതൊക്കെ എന്തുകൊണ്ടാണ്? വീട്ടിൽ സ്ഥലമില്ല, നാട്ടിൽ സ്ഥലമില്ല. അത് എല്ലാവരും ഇങ്ങനെ തള്ളിക്കയറില്ല. ഇത് കാണുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വേറെ പുറത്തു നിൽക്കുന്ന എഴുത്തുകാരനല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് തോന്നും? അയ്യോ കഷ്ടം, നമ്മൾ ഭാഷയെ ബഹുമാനിക്കുന്നു, എല്ലാം നല്ലതിന് വേണ്ടി ജീവിക്കുന്നു. ഞാനിത് തുറന്ന ഒരു സദസ്സായതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുകൊണ്ട് കവിത എഴുത്തുകാരും ഗ്രന്ഥകാരന്മാരും കലാകാരന്മാരും എല്ലാം സൂക്ഷിക്കുന്നു. കാരണം വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ ഇത് പറയാതെ ഇതിലേക്ക് കടക്കാം. 50 വർഷം കൊണ്ട് എഴുതിയ 17 പുസ്തകങ്ങൾ, അത് 40 വർഷം കൊണ്ട് എഴുതിയതാണ് ഇവിടെ പ്രസാദനം ചെയ്തത്. ഒരു മകളുടെ ഒരു മകന്റെ കല്യാണം നടത്താനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. 12 മക്കളുടെ കല്യാണമാണ് ഒറ്റയടിക്ക് നടത്തിയത്. മലയാളത്തിലെ ഏറെക്കുറെ എല്ലാ എഴുത്തുകാരും, നമ്മുടെ സമീപസ്ഥരായ എഴുത്തുകാരെയൊക്കെ ഒരുമിച്ച് സംഘടിപ്പിച്ച ബുദ്ധിമുട്ടാണെന്ന് അറിയാമല്ലോ. ഇവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നു, അവർ മുഖത്തോട് മുഖം നോക്കുന്നു, സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. ഇതിനൊക്കെ അതിന് കാരണമായത് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പൊ എഴുത്തുകാരോടായിട്ട് ഞാൻ പറഞ്ഞത് നീട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞ 15 മിനിറ്റാണ്. ഞാൻ ഇതിലേക്കൊന്ന് കടന്നു പോവുക മാത്രം ചെയ്യും. അവിടെ കാരണം ഈ പ്രബന്ധം പേരുണ്ട്. അതല്ല, ഇതിൻ്റെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയുടെ ചില പ്രത്യേകതകൾ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അടുതല കവിതകളുടെ പ്രതലം ബാഹ്യമായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയെ മുള്ളുകളാണ്, പരുക്കൻ പ്രതലം. പക്ഷെ അകത്തേക്ക് ഇറങ്ങി അപ്പോൾ വൈലോപ്പിള്ളിയുടെ കശ്ശേരിയുടെ ഒക്കെ കവിതകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പുറം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. തൻ്റെ ആശയങ്ങളെ ഒരു പ്രത്യേക വലയത്തിൽ വെച്ചിട്ട് അതിനകത്തേക്ക് അക്ഷരങ്ങളെ തിരികെ കയറ്റുകയാണ്. ആശയങ്ങളുടെ ഒരു വലയം, അതൊരു പ്രത്യേക പാദമാണ്, വൃത്തമല്ല. സാധാരണ നമ്മൾ വൃത്തത്തിലാണ് തിരികെ കയറ്റുന്നത്. അപ്പൊ അദ്ദേഹം ഒരു പ്രത്യേക പാദത്തിൽ
തൻ്റെ ആശയങ്ങളെ സ്വരൂപിച്ച് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ആവശ്യമായ വാക്യങ്ങൾ തിരികെയാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിതയിൽ ആന്തരപാഠം ഉണ്ടാകും. ആന്തരപാഠം എന്ന് പറഞ്ഞാൽ സബ്ടെക്സ്റ്റ്, ധ്വനിപാഠം. കവിതയായാലും കഥയായാലും എപ്പോഴും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ 2 വരിയുള്ള കവിതയായാലും 4 വരിയുള്ള കവിതയായാലും അതിലൊരു ധ്വനി, അതാണ് എപ്പോഴും കവി ഉദ്ദേശിക്കുന്നത്. ഈ ധ്വനിയാണ് അറിയാവുന്ന വായനക്കാരൻ തൻ്റെ ആശയമായി സ്വീകരിക്കുന്നതും കവിയോട് അടുപ്പം പ്രഖ്യാപിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുള്ള ഒരു ഘടകമാണ്. കണ്ട് ഓടി വന്ന ചിരിച്ച് ആലിംഗനം ചെയ്യില്ല. മുഖത്ത് പ്രത്യേകിച്ച് ഒരു ചിരിയില്ല, ഒരു വിഷാദം, ഒരു നിർഭേദ അവസ്ഥയുമാണ് കവി എപ്പോഴും സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും വായിക്കുമ്പോഴും നമുക്ക് അതൊരു സത്യസന്ധതയുടെ വാഗ്ദാനമാണ്, വിളനിലമാണ്. പരിക്കൻ ആശയങ്ങളായിരിക്കും എനിക്ക് പറയാനുള്ളത്. എനിക്ക് നിങ്ങളെ ആരുടെയും അവാർഡ് വേണ്ട, ഞാൻ നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകണ്ട, ഞാനിവിടെ ഒറ്റയ്ക്കിരുന്നോളാം, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എന്നെ എൻ്റെ വഴിക്ക് വിടും. പരുക്കൻ സൗന്ദര്യശീലങ്ങളിൽ കറുത്ത ഫലിതങ്ങളും ചേർന്ന ഒരു ദുരന്ത നാടകത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ. നാം ഓരോരുത്തരും നമുക്ക് തന്നെ അപരിചിതരാണെന്ന ആശസത്യമാണ് ഈ കൃതികൾ വിളംബരം ചെയ്യുന്നത്. അപരിചിതനിൽ തുടങ്ങി മതിയിൽ അവസാനിക്കുന്ന 52 കവിതകൾ അപരിചിതൻ എന്ന കാവ്യസമാഹാരമാണ്. കാവ്യയാത്രകളെ അക്ഷരധ്യാനങ്ങളായാണ് കവി കണ്ടത്. പുതിയ വിദ്യാഭ്യാസ പദ്ധതികളിൽ സംഭവിച്ച മൂല്യശോഷണം കവി കാണുന്നുണ്ട്. മനുഷ്യനേക്കാൾ മൃഗങ്ങൾ മാനുഷികത സൂക്ഷിക്കുന്നവരാണെന്ന് കവി തെളിയിക്കുന്നു. കാലമാറ്റും വരെ മൗനങ്ങൾ നിർമ്മിച്ച മനോഹരം തടവറയിൽ വ്രണങ്ങളക്കി തുടയ്ക്കും മൃഗജന്മമാകുന്ന നട്ടലിന്റെ കൊടിമരത്തിൽ അഭിമാനത്തിന്റെ കൊടികെട്ടി ജീവിക്കാനാണ് കവി ആഹ്വാനം ചെയ്യുന്നത്. ഭാരതീയ ഗുരുപാരമ്പര്യത്തെ അന്വേഷിക്കുമ്പോൾ ഒരിക്കലും ദ്രോണാചാര്യം പരിഗണിക്കപ്പെടുന്നില്ല. അവമതിക്കപ്പെടേണ്ട കക്ഷി രാഷ്ട്രീയം ഈ പല കവിതകളിലും കാണുന്നു. അപ്പോൾ തുറന്ന ഒരു പ്രസ്താവനയാണ് കവി നടത്തുന്നത്, കാരണം നട്ടലിലുള്ള എഴുത്തുകാരൻ. ചടങ്ങിൽ കവിതകൾ പാരായണം ചെയ്ത് വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി. ശ്രീമാൻ യു അനിൽകുമാറിന്റെ കൃതജ്ഞതയോടെ ചടങ്ങ് അവസാനിച്ചു.